നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, പ്രവാചകൻ വഫാത്തിന് ഒരുപാട് മുമ്പ് തന്നെ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള ചില സൂചനകൾ സ്വഹാബികൾക്ക് നൽകിയിരുന്നു. അതിലൊന്നാണ്, പ്രവാചകന്റെ വഫാത്തിന് തൊട്ടു മുമ്പുള്ള റമദാൻ മാസത്തിൽ പ്രവാചകൻ എല്ലാ വർഷവും 10 ദിവസം ഇഅ്തികാഫിരുന്നിരുന്ന പ്രവാചകൻ ആ വർഷം 20 ദിവസം ഇഅ്തികാഫിരുന്ന് നമുക്ക് കാണാം. റമദാനിലെ 11 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 പത്തുകളിൽ, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 പ്രവാചകൻ ഇഅ്തികാഫിരുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. ഹിജ്റ 10-ാം വർഷം സ്വഹാബികളെയും കൂട്ടി ഹജ്ജത്തുൽ വിദാ, പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ സമയത്ത് ആ ഹജ്ജിലും ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ അവിടുന്ന് നൽകിയിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജത്തുൽ വിദാഇന്റെ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുതുബയൊക്കെ അവസാനിച്ച അറഫയിൽ ഖുതുബയുടെ അവസാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, എനിക്കറിയില്ല, ലാ അദ്രി, എനിക്കറിയില്ല, ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നീട് നാളെ ഒരിക്കൽ ഇതേ ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല. വഫാത്തിനെ കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു. പിന്നീട് പ്രവാചകൻ ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് സമാനമായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദൂ മനാസികക്കും, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിങ്ങൾ ഓരോന്നായി പഠിക്കണം, എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ മറ്റൊരു ഹജ്ജ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു സൂചനയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് പ്രവാചകൻ ചെയ്തത്. ആ ഹജ്ജ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ആ മനാസിക്, ആ പ്രവാചകന്റെ ഹജ്ജിന്റെ രൂപങ്ങൾ വിശദമായി വിശദീകരിച്ച ഹദീസുകളുണ്ട്, അല്ലെങ്കിൽ ഹദീസുണ്ട്. ആ ഹദീസിൽ എങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ചത് അതുപോലെയാണ് ഇന്ന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ വർഷങ്ങളായിക്കൊണ്ട് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ ചില സൂചനകൾ നൽകിയിരുന്നു എന്നാണ്, പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള ചില സൂചനകൾ.